മമ്മൂട്ടിയെ നായകനാക്കി നിതിൻ രഞ്ജിത്ത് പണിക്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കസബ. ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ മാസ് സിനിമയുടെ ചേരുവകളെല്ലാം കൂട്ടിയിണക്കിയായിരുന്നു കസബ ഒരുക്കിയത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ബാനറിൽ ജോബി ജോർജ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗത്തെപ്പറ്റി സൂചന നൽകിയിരിക്കുകയാണ് ജോബി ജോർജ്. കസബയിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിനൊപ്പം അന്നും ഇന്നും എന്നും രാജാവാട രാജൻ സക്രിയ ഒരു വരവ് കൂടി വരും എന്ന ക്യാപ്ഷനുമായാണ് ജോബി ജോർജ് പോസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. രാജൻ സക്രി എന്ന പോലീസ് കഥാപാത്രമായി മമ്മൂട്ടി കസബയിൽ എത്തിയിരുന്നത്. നിതിൻ രഞ്ജിത്ത് പണിക്കർ തന്നെയായിരുന്നു തിരക്കഥ എഴുതിയ ചിത്രത്തിൽ നേഹ സക്സേന, സമ്പത്ത്, വരലക്ഷ്മി ശരത് കുമാർ, ജഗദീഷ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നേരത്തെ സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ ചൂണ്ടിക്കാണിച്ച് ഗീതു മോഹൻദാസും പാർവതിയും അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ടോക്സിക് എന്ന സിനിമയുടെ ടീസർ ഇന്ന് പുറത്തു വന്നതിന് പിന്നാലെ സംവിധായകൻ നിതിൻ രഞ്ജിത്ത് പണിക്കർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറികൾ വിമർശനവുമായി എത്തിയിരുന്നു. തന്റെ കസവ എന്ന സിനിമയെ സ്ത്രീവിരുദ്ധിയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധിയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് നിതിൻ പറയുന്നത്. സ്ത്രീവിരുദ്ധ തരംബമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുീകരിക്കുന്ന ആൾനോട്ടങ്ങളിലെ കസവയിലെ ആൺമുഷ്ക് മഷിയിട്ട നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി, പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്ന് നിതിൻ രഞ്ജിത്ത് പണിക്കർ കുറിച്ചു.